പ്രിയപ്പെട്ടവരെ, ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1. ഇന്നേക്ക് കൃത്യം 11 നാൾ തികയുമ്പോൾ ലോകം ഭൂഗോളം പോലൊരു ഉരുണ്ട ഒരു പന്തിന് പുറകിൽ ലോകമൊന്നാകെ ആന്തോളനം ചെയ്യുന്ന കാലം. ലോക ജനത ഒരൊറ്റ പന്തിന് പുറകെ പായുന്ന കാലം വരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, ഫുട്ബോൾ പ്രേമികൾ, ഫുട്ബോൾ ഭ്രാന്തന്മാർ കാത്തിരുന്ന ആ കായിക മാമാങ്കം, ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം തന്നെയാണ് ഫുട്ബോൾ. ലോക ജനസംഖ്യയുടെ 60%, 400 കോടി ജനങ്ങൾ കാണുന്ന ആരാധകരായുള്ള ഇതുപോലൊരു കളി, ഇതുപോലൊരു ജനകീയ കായിക മാമാങ്കം വേറെ ഏതുണ്ട് ഈ ഭൂമിയിൽ? അപ്പോൾ ഇനിയുള്ള കേരളത്തിന്റെ മഴ നനഞ്ഞ രാത്രികളും പുലരികളുമെല്ലാം തീ പിടിക്കാൻ പോകുന്നു. കേരളത്തിൽ ഇനി മെസ്സി റൊണാൾഡോ ഇക്കോണമിയാണ്. മെസ്സി റൊണാൾഡോ ഇക്കോണമി എന്ന് പറയാൻ കാരണം, ഈ ആധുനിക ഫുട്ബോളിലെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളാണ് മെസ്സിയും റൊണാൾഡോയും. അവരുടെ അവസാനത്തെ ലോകകപ്പ് കൂടിയാണ്. ഫുട്ബോൾ ലോകമെമ്പാടും അതിശക്തമായി തീവ്രഗതിയിൽ വളരുന്നു എന്നതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ വർഷത്തെ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്. 13 ലോകരാഷ്ട്രങ്ങൾ ആയിരുന്നു ആദ്യത്തെ വേൾഡ് കപ്പിൽ. 1930 ലോക ഫുട്ബോൾ ആദ്യമായിട്ട് ഈ ഫുട്ബോളിലെ ലോകരാജാക്കന്മാരെ നിർണയിക്കുന്ന ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ വർഷത്തിൽ പങ്കെടുത്തതെങ്കിൽ ആ വർഷം ഉറുഗ്വേ ആയിരുന്നു ചാമ്പ്യന്മാർ. പിന്നീട് മുടങ്ങാതെ 4 വർഷത്തിലൊരിക്കൽ ഈ കായിക മാമാങ്കം അരങ്ങേറുകയുണ്ടായി. 1942-ലും 1946-ലും രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അത് പിന്നെ അരങ്ങേറിയില്ല. 2 തവണ മാത്രം മുടങ്ങിയ ഈ കായിക മാമാങ്കം ഇപ്പോൾ 13 രാജ്യങ്ങളിൽ നിന്ന് 48 രാജ്യങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു. 48 രാജ്യങ്ങളാണ് ഇത്തവണ ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. തീർച്ചയായും ഈ മലയാളിയെ സംബന്ധിച്ച് അവന്റെ പ്രായഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളും ഉണരുന്ന കാലം. എല്ലാ കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെ ജേഴ്സികളുടെ പുറകെ പായുന്ന കാലം. അഡിഡാസ് മുതൽ വഴിയോര കച്ചവടക്കാർക്ക് വരെ ജേഴ്സി വിൽപ്പനയിൽ ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന കാലം കേരളത്തിൽ. കേരളത്തിലെ കഫ്റ്റീരിയകൾ, ഹോട്ടലുകൾ, പൊതു ഇടങ്ങളെല്ലാം പടുകൂറ്റൻ സ്ക്രീനുകളാൽ നിറയുന്ന കാലം. വൻ സ്റ്റേഡിയങ്ങളിൽ ഏറ്റവും വിപുലമായ സ്ക്രീനിങ് നടക്കുന്ന കാലം. ഇലക്ട്രോണിക് രംഗത്ത് TV വിൽപ്പനയിൽ റെക്കോർഡ് ഭേദിക്കുന്ന കാലം. അതുപോലെ സർവതോന്മുഖമായ ഒരു ഉണർവ് ഈ ജേഴ്സിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഫ്ലക്സിന്റെ കാര്യത്തിൽ. ഇപ്പോൾ തുണിയിൽ കോട്ടൺ ഫ്ലക്സ് ആണ് അധികം വരുന്നത്. മൊത്തത്തിൽ ഈ എക്കോണമിക്ക് ഉണ്ടാവുന്ന ഒരു ഉണർവ്, ജനങ്ങളുടെ മാനസിക ആഹ്ലാദ തലങ്ങളിൽ ഉണ്ടാവുന്ന ഉണർവ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരൊറ്റ മനുഷ്യരെ പോലെ ആഘോഷിക്കുന്ന ഏക കായിക വിനോദം ഫുട്ബോൾ മാത്രമാണ്. ലോകമെങ്ങും 400 കോടി ആരാധകരുള്ള ഈ കായിക മാമാങ്കം ജൂൺ 11 ആരംഭിക്കുന്നു. ഈ വർഷം ആര് ട്രോഫി നേടും എന്നത് പ്രവചനാതീതമാണ്. ശക്തരായ, തുല്യ ശക്തിയുള്ള 8 രാജ്യങ്ങൾ മത്സരിക്കുന്നുണ്ട്. 48 രാജ്യങ്ങളിൽ ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള 8 രാജ്യങ്ങളുണ്ട്. അതാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അർജന്റീന, ഫ്രാൻസ്, ബ്രസീൽ,
ജർമ്മനി, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, എന്താ പറയാ, ആ രീതിയിൽ ഈവൻ മൊറോക്കോ, പോർച്ചുഗൽ പോർച്ചുഗൽ ഇത്തവണത്തെ വേൾഡ് കപ്പ് തികച്ചും പ്രവചനാതീതമാണ് സുഹൃത്തുക്കളെ. മനോഹരമായ കളിദിനങ്ങൾക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.